ബഹുമാനികളെ, മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രൂപമാണ് പറയുന്നത്. കുളിപ്പിക്കൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അത് വലിയ ഭാരമുള്ള കാര്യമല്ല. അതിന് മനസ്സിലാക്കേണ്ട രൂപങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഉമ്മ, ഉപ്പ, ഭാര്യ, സഹോദരന്മാർ ആരെങ്കിലും മരണപ്പെട്ടാൽ അത് സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ മാറി നിന്ന് കാണ്ട് കുളിപ്പിക്കുന്ന സ്പെഷ്യൽ ആളുകൾ വരട്ടെ, ഒരു വന്നാലേ കുളിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞ് മാറിക്കേണ്ട വിഷയമൊന്നുമല്ല. അതുവരെ കുളിപ്പിച്ചിരുന്ന ഉമ്മാനെ മരിച്ചാൽ പിന്നെ കുളിപ്പിക്കാൻ പുറത്തുനിന്ന് ആൾ വരിക. അതുവരെ വാപ്പാനെ കുളിപ്പിച്ചിരുന്ന മക്കൾ സ്വല്പം മാറി നിൽക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുളി മനസ്സിലാക്കിയാൽ മതി. കുളിക്കൊറ്റ ഫർളേ ഉള്ളൂ. മയ്യത്ത് കുളിപ്പിക്കുന്നതിനൊറ്റ ഫർളേ ഉള്ളൂ. സാധാരണ നമ്മൾ ജനാബത്ത് കുളിക്കുകയാണെങ്കിലും നമ്മൾ കുളിക്കുകയാണെങ്കിലൊക്കെ രണ്ട് ഫർളാണുള്ളത്. ഒന്ന് നീയത്ത് നിർബന്ധ. ജനാബത്ത് കുളിക്ക് ഹൈദിൽ നിന്ന് ശുദ്ധിയാകുന്ന കുളിക്ക് നീയത്ത് നിർബന്ധ. നിഫാസ് കുളിക്ക് നീയത്ത് നിർബന്ധമാണ്. രണ്ടാമത്തെ ഫർള് ശരീരം മൊത്തം വെള്ളം എത്തിക്കലാണ്. എന്നാൽ മയ്യത്ത് കുളിക്ക് കുളിപ്പിക്കുന്ന ആളല്ലേ നീയത്ത് വെക്കേണ്ടത്. കുളിപ്പിക്കുന്ന ആൾക്ക് നീയത്ത് വെക്കൽ നിർബന്ധം ഇല്ല, സുന്നത്തേ ഉള്ളത്. കുളിപ്പിക്കുന്ന ആൾക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് നീയത്ത് വെക്കുക. കുളിപ്പിക്കുന്ന ആൾക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. കേട്ടോളൂ. അഖല്ലുൽ ഒസ്ലി കുളിപ്പിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ രൂപം തഅമീമു ബദനിഹി മറത്തൻ, ഒറ്റ പ്രാവശ്യം ശരീരം മൊത്തം വെള്ളം എത്തിക്കുക. ശരീരം എവിടൊക്കെയാണോ വെള്ളം എത്തിക്കേണ്ടത് അവിടെയൊക്കെ വെള്ളം എത്തിക്കണം. ബിൽമായി, തുഹൂറായ വെള്ളം കൊണ്ട്, ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് മയ്യത്തിൻ്റെ ശരീരമാസകലം വെള്ളം ഒറ്റ തവണ എത്തിക്കലാണ് ഏറ്റവും ചോട്ടാക്കുളി, കുറഞ്ഞ കുളി. വലിയ കുളിയുണ്ട്, സുന്നത്തുകളൊക്കെ കൂട്ടിയിട്ടുള്ള കുളികളുണ്ട്, അതല്ല ഇപ്പോൾ പറയുന്നത്. വളരെ സിമ്പിളായ കുളി, ശരീരം മൊത്തം വെള്ളം എത്തിക്കാൻ നജസ് നീക്കിയതിൻ്റെ ശേഷം. ഏതുവരെ? ഹത്താ മാ തഹ്ത ഖുൽഫത്തിൽ അഖ്ലഫി, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത മനുഷ്യൻ്റെ ചേലാകർമ്മം ചെയ്യുന്ന സമയത്തതിൻ്റെ തൊലി, ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തുള്ള തൊലി നീക്കം ചെയ്യലാണ് ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത്. ആ തൊലി നീക്കം ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ തൊലിയുടെ ഉൾഭാഗത്തിൽ വരെ വെള്ളം എത്തിക്കണം. അതിൻ്റെ അറ്റം പറഞ്ഞതാണത്. വെള്ളം എവിടേക്കൊക്കെ എത്തിക്കേണ്ടത്? സുന്നത്തല്യാണം കഴിക്കാത്ത പുരുഷൻ, ആ പുരുഷൻ്റെ ആ തലഭാഗത്തുള്ളതായ തൊലി മൂടിക്കിടക്കുകയാണ്. കൂട്ടിക്കോ, അത് തൊലി നീക്കം ചെയ്തിട്ടില്ലല്ലോ, അതിൻ്റെ ഉൾഭാഗത്ത് വരെ വെള്ളം എത്തിക്കണം. ഇൻ തഅദ്ദറ, അതിന് പ്രയാസമായാൽ, അവിടെ വെള്ളം എത്തിക്കാൻ പ്രയാസമായാലോ, ഓസ്ലുഹു, ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ പ്രയാസമായി കഴിഞ്ഞാൽ യുമ്മിമ അൻഹു, അതിനു വേണ്ടി തയമ്മം ചെയ്യണം. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ, വൈദ്യ ഉസ്താദിൻ്റെ വീട്ടിൽ ചെറിയ കുട്ടി മരിച്ചങ്ങൾ ഓർമ്മയുണ്ടോ? ചെറിയ കുട്ടി മരിച്ചില്ല നമ്മുടെ പ്രസിഡന്റ് ഉസ്താദിൻ്റെ. ആ കുട്ടിക്ക് തയമ്മം ചെയ്തിട്ടാണല്ലോ അങ്ങോട്ട് കൊണ്ടുവന്നത്. കാരണം എന്താ? അതിന് ചേലാകർമ്മം ചെയ്തിട്ടില്ല. ചേലാകർമ്മം ചെയ്യപ്പെടാത്തൊരു കുട്ടി മരിച്ചാൽ കുളിപ്പിച്ചാൽ മാത്രം പോരാ, വെള്ളം എത്താത്ത ഭാഗത്തിന് വേണ്ടിയിട്ട് തയമ്മം ചെയ്യണം. ആ വെള്ളം എത്താത്ത ഭാഗം സുന്നത്തല്യാണം കഴിക്കാത്ത കുട്ടിയായതുകൊണ്ടാണ്. അപ്പം എല്ലായിടത്തും വെള്ളം എത്തിക്കുക, അത്രേ കുളിയുടെ ഏറ്റവും കുറഞ്ഞമായ രൂപം. വലാ തജിബുൻ നീയത്തു ഫി ഗസ്ലിൽ മയ്യിത്തി, മയ്യത്തിനെ കുളിപ്പിക്കുന്നതിൽ നീയത്ത് നിർബന്ധമല്ല. അത് പ്രത്യേക കാര്യമാണ്. നീയത്ത് കുളിപ്പിക്കുന്നവർക്ക് നിർബന്ധമില്ല. നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ബൽ തുന്തബോ, സുന്നത്തുണ്ട്. കുളിപ്പിക്കുന്ന ആൾക്ക് കൂലി കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നീയത്ത് വെക്കണം. എന്താ നീയത്ത് വെക്കേണ്ടത്? അതാ ഒസ്ലി അനിൽ മയ്യിത്തി, ഈ മയ്യത്തിന് വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു, കുളിപ്പിക്കലിനെ കരുതി. അതല്ലെങ്കിൽ ഔ ഇസ്തിബാഹത സ്വലാത്തി അലൈഹി, ഈ മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കരുതി.
മയ്യത്തിന് വേണ്ടി കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുളിപ്പിക്കുന്നു, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അത് സുന്നത്തേ ഉള്ളൂ, നിർബന്ധം ഇല്ല. കുളിപ്പിക്കുന്ന നേരത്ത് എല്ലായിടത്തേക്കും നോക്കാനൊന്നും പറ്റൂല. വയഹ്റുമു നദ്റു ഔറതിഹി, മയ്യത്തിൻ്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാം. സ്ട്രോങ് ആണ്. മയ്യത്തിൻ്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാം. സുബ്ഹാനല്ലാഹ്. കുളിപ്പറയിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി. സൂപ്പറായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാകും. മൂപ്പരെ പൊക്കിള് പുറത്താ. പൊക്കിള് മാത്രമല്ല, അതിൻ്റെ താഴെയുള്ള സ്ഥലവും ചിലപ്പം പുറത്തായി ഉണ്ടാവും. തള്ളിക്കയറല്ലേ കുളിപ്പിക്കണ പെരേക്ക്, തള്ളിക്കയറ്റം കൂടുതലാണ്. ഞങ്ങളെ ഉമ്മ മരിച്ച സമയത്തും ഞങ്ങളെ ഉപ്പ മരിച്ച സമയത്തൊക്കെ ഞാനും എൻ്റെ 2 ജ്യേഷ്ഠന്മാരും മാത്രം ഞങ്ങളെ പെങ്ങന്മാരും കൂട്ടിയിട്ട് ഒരു കുളിപ്പിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നു. വേറെ പുറത്തുനിന്ന് ഒരാളതിൻ്റെ ഉള്ളിൽ കടത്തിയില്ല. എന്നാലും ഞങ്ങൾ കുളിപ്പിക്കുന്നതിൻ്റെ പകുതിയായപ്പോഴേക്ക് തള്ളിക്കയറുക, ഡോറ് തുറക്കുക. ആരാ മുട്ടണ്? സാധാരണ നാട്ടിൽ കുളിപ്പിക്കാൻ പോണ ആളാ. പറ്റൂല എന്ന് പറഞ്ഞു. അവിടെ നിന്നോളി, പുറത്തുനിന്നോളി, ഇവിടെ ഞങ്ങൾ ഏറ്റെടുത്ത വിഷയമാണ്, ഞങ്ങൾ കുളിപ്പിക്കട്ടെ. സാധാരണക്കാരായ ആളുകൾ നമ്മളെ നാട്ടിൽ കുളിപ്പിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ആളുകളുണ്ട്, അൽഹംദുലില്ലാഹ്. അവരത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ മാറി നിന്നിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അതിൻ്റെ പ്രക്രിയകൾ ശരിക്കും മനസ്സിലാക്കണം. കുറഞ്ഞ സമയത്തേ ക്ലാസ്സുള്ളൂ. അപ്പോൾ ഔറത്തിൽ